നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല നൈസ് പത്തിരിയും അതിനോടൊപ്പം ഗ്രീൻ പീസ് കറിയാണ്. നല്ല കുറുകിയ ചാറോട് കൂടി ഉണ്ടാക്കിയ ഗ്രീൻ പീസ് കറിയാണ്. പത്തിരിന്റെ കൂടെ ഈ കറി നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. പത്തിരിക്ക് മാത്രമല്ല ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ഒരു അടാറ് കോമ്പിനേഷനാണ്. അങ്ങനെ ഇതാ പൊന്നൂസ് ഉണ്ടോ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പൊന്നുകുട്ടി കഴിച്ചതിന് ശേഷം വേണം ട്യൂഷന് പോകാൻ. അപ്പോഴത്തേക്ക് നമ്മൾ ഹർഷ് ബേബി ഇതാ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ചെറിയൊരു കരച്ചിലൊക്കെയാണ്. അങ്ങനെ ഞാൻ എടുക്കാൻ നോക്കിയപ്പോൾ ആള് വരുന്നില്ല, ഏട്ടൻ്റെ കൂടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇതാ പൊന്നൂസിന് പോകാനുള്ള സമയമായപ്പോൾ ഏട്ടനും ഹർഷവും കൂടെ പൊന്നൂനെ കൊണ്ടാക്കുകയാണ്. നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, എന്നാലും നമ്മളൊന്ന് കൊണ്ടാക്കും. അതിനുശേഷം നമ്മൾ നല്ലൊരു ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ചെറിയൊരു മയക്കത്തിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മളെ കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ സൺഡേ അവരുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു, അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതാ ഇന്നാണ് പോകുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ, അവിടെ നല്ല അടാറ് മഴയ്ക്ക് ശേഷമുള്ളൊരു വ്യൂ ആണ്. ഞങ്ങളെ കൂടെ ഏട്ടൻ്റെ അമ്മയും ഏട്ടൻ്റെ ബ്രദറൊക്കെ കൂടി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അങ്ങനെ അതാ വീട്ടിലേക്ക് പോകുന്ന വഴി കണ്ടോ, നല്ല കുത്തനെയുള്ള ഒരു ഇറക്കാണ്. കാലൊന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ സ്ലിപ്പായി നേരെ വീട്ടിലെത്തും. നല്ല മഴ പെയ്തതുകൊണ്ട് തന്നെ മുറ്റൊക്കെ നല്ല ചളിയാണ്. ഇതാണ് ഏട്ട വീട്. അപ്പൊ നമ്മൾ വേഗം തന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഇതാ തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഇതാ വിഷുവിന് വാങ്ങിച്ച കുറച്ച് പടക്കവും മത്താപ്പൂവും കമ്പിത്തിരിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ച് ഇതാ ഹർഷ് ബേബിയും പൊന്നൂസൊക്കെ കൂടി കളിക്കുകയാണ്. അതിനുശേഷം അത്താഴമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ കൊലയും ചക്കയും പച്ചമുളകും ഇഞ്ചിയൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസമായിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യുന്നത്. പച്ചമുളകിന്റെ തണ്ടൊക്കെ പൊട്ടിച്ച് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് നാൾ അങ്ങനെ കേടുകൂടാതെ ഇരുന്നോളും. അങ്ങനെ ഞാനിതാ പച്ചമുളകിന്റെ തണ്ടൊക്കെ പൊട്ടിച്ച് ഒരു ബോക്സിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഇഞ്ചിയൊക്കെ അതുപോലെ മണ്ണൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഒരു കൊട്ടയിലേക്ക് ആക്കി.